സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീലേഖയ്ക്ക് ഇപ്പം കരച്ചിലോട് കരച്ചിലാണ്. അതായത് വിഷമം ഉള്ളിലൊതുക്കി അങ്ങനെ കടിച്ചു പിടിച്ച് നടക്കുകയാണ്. യാതൊരു കാരണവശാലും ഒരു കൗൺസിലർ ആയി തുടരാൻ അദ്ദേഹത്തിന് തീരെ ആഗ്രഹമില്ലാതായിരിക്കുകയാണ്. മോഹിപ്പിച്ചു, ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കല്ലേ എന്നാണ്. അപ്പോൾ അങ്ങനെയാണ്, പഴയ ഒരു ചെല്ലുണ്ട്, ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കല്ലേ. അപ്പോൾ ആനയാണ് കൊടുത്തത്, അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. ആശ അത്രമാത്രം കൊടുത്ത്, അതായത് ശ്രീലേഖയെ മുന്നിൽ നിർത്തിയാണ് ഒരു പരിധി വരെ BJP തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവർ ആദ്യമേ വാഗ്ദാനം ചെയ്ത്, ജയിച്ചാൽ നിങ്ങൾ തന്നെയാണ് മേയർ. സത്യവുമായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും. അതായത് വേറെ കൂടുതൽ പറയണ്ട, രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ BJP പ്രവർത്തകരൊന്നും ഇതൊന്നും അറിഞ്ഞില്ല, അവർക്കിത് അറിഞ്ഞും കൂടായിരുന്നു. എന്തായാലും 10 വാർഡുകളുടെ ചുമതലയാണ് ശ്രീലേഖയ്ക്ക് കൊടുത്തത്. ഇപ്പൊ അദ്ദേഹം പറയുന്നത്, ശ്രീലേഖ പറയുന്നത്, ഞാന് പരിശ്രമിച്ചത് കൊണ്ടാണ് ഒരു പരിധിവരെ കോർപ്പറേഷന്റെ ഭരണം BJPക്ക് കിട്ടാൻ ഇടയാക്കിയതെന്നാണ്. അതായത് ഒരു പക്ഷേ ശ്രീലേഖ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ BJPക്ക് ഭരണം തന്നെ കിട്ടുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് സംസാരത്തിൽ നിന്ന് വളരെയധികം നിരാശയിലാണ് കഴിയുന്നതെന്നാണ് കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും. ആശ ഇത്രത്തോളം കൊടുത്തിട്ട് അവസാനം അവരെ പാലം വലിക്കുക എന്ന് പറയുന്നത്, അത് ചെയ്തത് എന്തായാലും ശരിയല്ല. അദ്ദേഹത്തിന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. മേയർ പോയിട്ട് ഡെപ്യൂട്ടി മേയറെങ്കിലും ആക്കിയില്ലല്ലോ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിൽ കൂടിയ സാധനങ്ങളൊന്നും ഇനി അവിടെ ഇല്ല. ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ ഇതൊന്നും ഇനിയിപ്പോൾ പറയാൻ നോക്കൂല. എന്തായാലും ശരി, CPM എന്ന് പറയുന്ന പാർട്ടി സ്വർണ്ണ തളികയിൽ വെച്ചാണ് BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം കൊടുത്തത്. വേണമെങ്കിൽ സ്വതന്ത്രനായ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. ആ കൗൺസിലറെ വേണമെങ്കിൽ മേയർ സ്ഥാനാർത്ഥി സ്വതന്ത്രനായിട്ട് നിന്നോട്ടെ, കോൺഗ്രസിനും CPMനും എന്തോ സപ്പോർട്ട് ചെയ്തുകൂടായിരുന്ന. BJP ആയിരുന്നെങ്കിൽ എന്തെല്ലാം കളി കളിക്കുമായിരുന്നു. 101 സീറ്റുള്ള കോർപ്പറേഷനിൽ ഭൂരിപക്ഷമില്ല, 50 സീറ്റാണ് BJPക്കുള്ളത്. അപ്പോൾ അവസാനം സ്വതന്ത്രനും കൂടെ അങ്ങോട്ട് ചേരേണ്ടി വന്നു. ഇല്ലെങ്കിൽ സ്വതന്ത്രനെ മേയറാക്കി BJPയെ വെളിയിൽ നിർത്തി ഒന്ന് കളിക്കാമായിരുന്നു. പക്ഷേ